ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യമന്ത്രി ആ വീട്ടിലേക്ക് വന്നത് മുഖം രക്ഷിക്കാൻ എന്നുള്ള നിലയിലാണ് സന്ദീപ് എസ് പ്രതികരിച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രേക്ഷകരും നിരവധി രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട്. പഞ്ചരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി എത്തിയത്. നരേന്ദ്രമോദിക്ക് ഭാരതീയ സമൂഹം ഊഷ്മളമായ വരവേൽപ്പ് നൽകി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ ജോസ്, നരേന്ദ്രമോദിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ബ്രസീലിലെത്തിയിരിക്കുന്നു. അവിടെ ഭാരത സമൂഹം വലിയ നിലയിൽ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഊഷ്മളമായ സ്വീകരണം തന്നെ ലഭിക്കുന്നു. കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഭാരത സമൂഹം അദ്ദേഹത്തെ വരവേറ്റത്. കൂടുതൽ വിവരങ്ങൾ ഐസൻ ജോസ്. തീർച്ചയായും വിനോദ്, ഏറെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ഭാരതീയ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് റയോ ഡി ജനീറോയിൽ ലഭിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. ദൃശ്യങ്ങളെല്ലാം കാണുന്നത് പോലെ ഏറ്റവും ആകർഷകമായ രീതിയിൽ, ഏറ്റവും ആഹ്ലാദകരമായ രീതിയിലാണ് മറ്റേത് രാജ്യത്തും നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് പോലെ ഇന്ത്യൻ സമൂഹം ബ്രസീലിലും അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, നാലാമത്തെ രാഷ്ട്രമാണ്. അർജന്റീനയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ബ്രസീലിലെത്തിയിരിക്കുന്നത്. ബ്രസീലിലെത്തിയിരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നതാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായാണ് അദ്ദേഹം തുടർ ചർച്ചകളും അതിന്റെ ഭാരതത്തിന്റെ നിലപാടുകൾ അറിയിക്കുകയും വലിയ രീതിയിലുള്ള നിർണായകമായ നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു ബ്രിക്സ് ഉച്ചകോടിയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ബ്രിക്സ് അധ്യക്ഷനും അതുപോലെ തന്നെ ബ്രസീലിന്റെ പ്രസിഡന്റുമായ ലുല ഡി സിൽവ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം തന്നെ ഒന്നിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. ഒന്നിക്കുന്നത് സ്വന്തമായ ഒരു നാണയം രൂപീകരിക്കുന്നതിന് ആയിരിക്കണമെന്ന നിലപാട് ഇന്നലെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണത്തെ ബ്രിക്സ് സമ്മേളനത്തിലും അത്തരത്തിലൊരു യൂണിഫൈഡ് ആയ ഒരു നാണയം ഉണ്ടാകണം, യൂറോ പോലെ എന്ന നിർദ്ദേശമെല്ലാം പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ അതിനെ അതിശക്തമായി എതിർക്കുന്ന ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഏറെ നിർണായകവും സുപ്രധാനവുമാണ് ഇന്നത്തെ ഇപ്പോൾ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി എന്നത് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മഹത്തരമായ രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഇന്നലെ അർജന്റീനയിലെത്തിയ അദ്ദേഹം ഷവർ മിലിയുമായി കൂടിക്കാഴ്ച, അതായത് അർജന്റീനൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച, അതുപോലെ തന്നെ വിശദമായ ചർച്ചകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, മൂന്നാമത്തെ രാഷ്ട്രമാണ് അർജന്റീന എന്നത്. അർജന്റീനയ്ക്ക് മുമ്പ് അദ്ദേഹം ഘാനയിലും അതുപോലെ തന്നെ ട്രിനിഡാഡ് ടൊബാഗോ കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിലും സന്ദർശനം നടത്തിയിരുന്നു. ഈ രണ്ട് സന്ദർശനങ്ങൾക്കും പിന്നാലെയാണ് അർജന്റീനയിലെത്തിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ ബ്രസീലിലെത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം, അതായത് ബ്രസീലിലെ സമ്മേളനത്തിന് ശേഷം നമീബിയ കൂടി സന്ദർശിച്ചായിരിക്കും അദ്ദേഹം ഭാരതത്തിലെത്തുക എന്നതാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. നമുക്കറിയാവുന്നതാണ്, ഈ 5 രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുക, അതുപോലെ തന്നെ ബ്രിക്സ് പോലുള്ള രാജ്യങ്ങളെ ശാക്തീകരിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ കൃത്യമായി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് മൂന്നാം ലോക രാഷ്ട്രങ്ങളെ നേതൃനിരയിൽ നയിക്കുക എന്ന കൃത്യമായ നീക്കം തന്നെ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിന് നേതൃത്വം നൽകുന്നു. തീർച്ചയായും ഭാരതം ഒരു ഒന്നാം സാമ്പത്തിക ശക്തിയായി വളരുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇപ്പോൾ എത്തി എന്ന IMF ഉൾപ്പെടെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ശക്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയായി ഭാരതം വളരുന്നു. അതിന്റെ GDP ലോകത്തിൽ ഏറ്റവും വലിയ രീതിയിൽ വളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായി നേതൃത്വം നൽകാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ട് എന്നത്, സാമ്പത്തിക രംഗത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഭീകരവാദ വിരുദ്ധ നിലപാടുകൾ, പഹൽഗാം ആക്രമണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശക്തമായ നിലപാടുകൾ ഉന്നയിക്കുന്ന ഒരു സമ്മേളനം കൂടിയായിരിക്കും ബ്രിക്സിൽ ഇത്തവണ ഉണ്ടാകുക എന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. വിനോദ്, അതെ, ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള പഞ്ചരാഷ്ട്ര സന്ദർശനം ആണ് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിൽ ഇന്നലെ വൈകിയെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ഭാരതീയ സമൂഹം അവിടെ ഒരുക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.